എന്താ കണ്ണാടി എന്ത് കണ്ണാടി എന്ത് മീശ വെട്ടാനായിട്ട്? കണ്ണാടി അമ്മാവൻ എടുത്തിട്ട് പോണുണ്ട്. എനിക്കറിയത്തില്ല. അതിനകത്ത് ചോദിക്കാൻ പോരെ കണ്ണാടി. അമ്മാവാ അമ്മാവോ ഇത് എവിടെ പോയി കിടക്കണം അറിയാൻ പറ്റില്ല. കണ്ണാടി എടുത്തോണ്ടത് അവന്റെ ഇവിടെ നിന്ന് കാണുന്നില്ലല്ലോ. ഇവിടെ എന്താ കാര്യം? എന്തോന്ന് കാണിച്ചു കൂട്ടുന്നത്? എന്താ ഈ അടുപ്പെന്നാണോ വാരി എടുക്കുന്ന സാധനം? അല്ലടാ അതാ ഈ മേടിച്ചിട്ടുണ്ട. അടുപ്പിനെ ഇവിടെ ഇരിക്കണതിന് അവിടെ ഇരുന്ന് ചെയ്തൂടെ? അല്ല അവിടെ ഇരുന്ന് ചെയ്ത ആർക്കും ഒരു ശല്യം ഉണ്ടാച്ചിട്ട് ഒഴിഞ്ഞു വന്നിരുന്ന് ചെയ്തല്ലേ. ഞാൻ ഈ കൊരവള്ളി പൊട്ടുന്ന കണക്ക് ഇവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടല്ലോ, അമ്മാവോ അമ്മാവോ അമ്മാവോ. ഇവിടെ എന്ത് കണ്ടിരിക്കായിരുന്നപ്പോ? രാവിലെ എന്നെ വിളിക്കേണ്ട ആവശ്യം എന്താ? കണ്ണാടി വേണം എനിക്ക് മീശ ശരിയാക്കാനുണ്ടായിരുന്നു. ഈ ഒരു കണ്ണാടി മാത്രമേ ഉള്ളൂ അവിടെ. എടാ അവിടെ അലമാറില്ലേ, അതിൽ നോക്കിയിട്ട് ചെയ്തൂടെ? അവിടെ ലൈറ്റ് ഇല്ല. നീ ഒരു ലൈൻമാനല്ലേടാ, അവിടെ ലൈറ്റായിട്ട് ഫിറ്റ് ചെയ്യേ. വീട്ടിനകത്ത് പോസ്റ്റാണോ ലൈൻമാൻ്റെ ജോലി? നിനക്കിപ്പോൾ എന്താ വേണ്ടത്? കണ്ണാടിയല്ലേ? അത് കിട്ടിയിട്ട് വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇത് വയസ്സാകുമ്പോൾ വരുന്നതല്ലേ അമ്മാവാ. കുറച്ച് വയറ്, കുറച്ച് കഷണ്ടി, കുറച്ച് നാര, ഇതൊക്കെ അഭിമാനത്തോടെ നമ്മൾ സ്വീകരിക്കണം. അല്ലാതെ അതിനെ ഒരു കുറ്റമായിട്ട് കാണരുത്. അത് വയസ്സാവണവർക്കല്ലേ. എടാ ഇത് അകാല നിരയാണ്, ഓമന നിര. അങ്ങനത്തെ നിരയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ വക സാധനങ്ങളൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട്. അകാല നിരയോ? എടാ എനിക്ക് അതിന് അത്ര പ്രായമൊന്നും ആയിട്ടില്ല. അമ്മയുടെ അനിയനല്ലേ? അനിയനല്ലേ, അല്ലാണ്ട് ഏട്ടനല്ലല്ലോ. അമ്മക്ക് 78 വയസ്സായി. കിളവാ, ഇനി എന്തിനാണ് ഇങ്ങനെ ഒരു കെട്ടി നടക്കാൻ പോണത്? എടാ പെണ്ണ് കെട്ടൂല, അല്ല പെണ്ണ് കിട്ടൂല. അത് നീയല്ലോ തീരുമാനിക്കാൻ. അതൊന്നും നീയല്ലോ തീരുമാനിക്കാൻ. ഇത് ആരെ കാണിക്കേ? എനിക്ക് പലരും കാണിക്കാണ്ടാവും. നീ എന്റെ പണിയൊക്കെ വയ്ക്കാത്ത കഴിയട്ടത് കുറച്ചും കൂടി ഉള്ളത്. എടാ എനിക്ക് നാളെ ഒരു സ്ഥലം വരെ പോവാണ്ട, അതിന് വേണ്ടിയിട്ടത്. ഇത് എന്ത് നേരം പറഞ്ഞ കുട്ടി നേരെ? എടാ നീ അങ്ങോട്ട് ചെല്ല്, ഞാൻ തരാന്ന് പറഞ്ഞില്ലേ? ഇത് പറഞ്ഞു വരുമ്പോ അവസാനം എന്നെ ഇളയതായി വരുമല്ലോ. ഞാൻ എന്റെ ഈ നാണക്കേട് സഹിക്കാൻ വയ്യെന്ന് കരുതിയിട്ടാണ് ഞാൻ കണ്ണാടി കാർന്ന് പോന്നു. കണ്ണാടി ഓടാ. ഒന്നാ താമസിച്ച് വേഗം വേറെ എന്തെങ്കിലും മേടിക്കണ്ടോ എനിക്ക്? വേണ്ട, ഒന്നും മേടിക്കാനില്ല. അഴകേശൻ്റെ വീടാണോ? ആ അതെ അതെ. പുള്ളി ഒന്ന് കാണാൻ പറ്റൂ? അല്ല അമ്മ ഇപ്പം ഇവിടെ ഇല്ല. എന്താ കാര്യം? അത് കുറച്ച് കാര്യം ഉണ്ടായിരുന്നു സംസാരിക്കാനേ. വരും. അതെ ഇരിക്കും. എൻ്റെ പേര് സുധീഷ് എന്നാണ്. ഞാൻ കൊല്ലം ചവറയിൽ നിന്ന് വരികയാണ്. ഇതെൻ്റെ അയൽവാസിയാണ് ബാബുചേട്ടൻ. അപ്പം ബാബുചേട്ടനൊരു പ്രായ സഹോദരിയുണ്ട്, ഒരു മോളുമുണ്ട്. അപ്പം മോളുമായിട്ട് ഇവിടുത്തെ അമ്മാവൻ എന്നൊരു ചെറിയൊരു ബന്ധമുണ്ടെന്നൊരു സംഭവമുണ്ട്. അതെ അതെ, കഴിഞ്ഞ 5-8 മാസമായിട്ട് അഴകേശൻ എൻ്റെ പെങ്ങളുടെ വീട്ടിൽ വരികയും ഈ കുട്ടിയായിട്ട് സംസാരിക്കുകയും അവർ തമ്മിലൊരു ഇഷ്ടമായിട്ട് ഉള്ള രീതിയിലാണ് ഇപ്പോൾ കാണുന്നത്. അവൾ ഭർത്താവ് മരിച്ച ഒരു കുട്ടിയാണ്. ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഈ ബന്ധപ്പെടുത്തി ഞങ്ങൾ വേറെ കല്യാണങ്ങളൊന്നും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇങ്ങനെ ഇവർ തമ്മിൽ ഇഷ്ടമായതുകൊണ്ട് ഞങ്ങളത് പിന്നെ ഒന്നും പ്രൊസീഡ് ചെയ്തില്ല. അല്ല, ഇപ്പം കുറേ കാലമായിട്ട് ഇപ്പം വെളിയില്ല, വരവും ഇല്ല, എവിടെയാണെന്ന് ഒരു ഊഹമില്ല. അങ്ങനെ ഞങ്ങൾ തപ്പിപ്പിടിച്ച് വന്നതാണ്. നേരത്തെ സ്ഥിരമായിട്ട് വരാറുണ്ടായിരുന്നോ? ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു. വരാറുണ്ടായിരുന്നു. ഓ ശരി. അപ്പം ഇവിടെയാണെന്ന് എങ്ങനെ അറിയാൻ വരുന്നു?
അത് പുള്ളിയുടെ സംസാരത്തിന് ഇടയിൽ നിന്ന് കിട്ടിയതാണ്. എടപ്പഴിഞ്ഞിലാണ് തിരുവനന്തപുരത്ത് എന്നുള്ളത് ഓ ആ പെൺകുട്ടി പറഞ്ഞു. പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇപ്പം അന്വേഷിച്ച് വന്നപ്പോഴാണ് ഇവിടുത്തെ കടക്കാരൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പുള്ളിയാണ് പറഞ്ഞത് ഇതാണ് വീടെന്ന്. അങ്ങനെ വന്നതാണ്. ഒരു മിനിറ്റ്. ക്ലീറ്റോ, ക്ലീറ്റോ, ഓ വാ എവിടെ കയറുവാ. ഇതാരാ കാറ്? എന്താ വെച്ചാൽ ഇതാരാ കാറ്? നിനക്ക് പരിചയമുള്ള കാറാണ് അത്? നിനക്കറിയാമോ ആ കാറ്? എനിക്കറിയിടും. ഒന്നുകൂടെ നോക്ക് നീ. കൊടുക്കാൻ കൊണ്ടുവന്നാണോ? കൊടുക്കുകയാണെങ്കിൽ ഇതും വിലയൊന്നും കിട്ടില്ല. ഇതൊക്കെ പാക്രിക്ക് പോലും വേണ്ടടേ. പാർട്ടിയോട് പറഞ്ഞു ഇവിടെ നിന്ന് ഏറ്റളയില്ല. നോക്കി അവരാരാ നോക്കി. അവരാരും അറിയാമോ നിനക്ക് അവരെ? നിനക്ക് വല്ല കുഴപ്പമുണ്ടേ? പൈസയ്ക്ക് വല്ല ആവശ്യമുണ്ടോ? എൻ്റെ ഒരു പൈസ കൊണ്ടുവന്നതാ. അതല്ല, പൈസയ്ക്ക് വല്ല ആവശ്യമുണ്ടോ? എനിക്ക് പൈസയ്ക്ക് ഒരുപാട് ആവശ്യമുണ്ട്. എന്നുവെച്ചാൽ എൻ്റെ ആവശ്യങ്ങളെല്ലാം നീ നിറവേറ്റി തരുമോ? അതിന് വേണ്ടിയാണ് ഈ തോന്നിയ ദിവസം കാണിക്കാൻ പോണം. നീ ഒരു മരുന്ന് എന്നെ കൊണ്ട് വല്ല പറയിക്കരുത്. വല്ലതും പറയണ്ടേ? നേരിട്ട് പറയണേ. അല്ലെ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. നമ്മൾ തമാശയ്ക്കും അല്ലാതെയൊക്കെ അമ്മാവൻ ഒരുപാട് കളിയാക്കാറുണ്ട്, ഒരുപാട് പൊട്ടം കളിപ്പിക്കാറുണ്ട്. പക്ഷേ ഇത് കൂടുതലാണ്. ആ ഇല്ലാവചനങ്ങൾ പറഞ്ഞുണ്ടാക്കി ആ മനുഷ്യൻ പോയി വല്ലതും ചെയ്തു കളയും. അല്ല, നിനക്ക് എന്തിൻ്റെ കുഴപ്പമാണ്? അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കണം. ഞാൻ കുറേ നേരം നീ പറഞ്ഞു ഒരുമാതിരി കാട് കയറി പോകണല്ലോ. ഞാൻ എന്തുണ്ടാക്കിയെന്നാണ് നീ പറയണത്? നീ പൈസ സംസാരിക്കടാ. സംസാരിക്കണമെന്ന് നീ ഇങ്ങനത്തെ സംസാരം പറഞ്ഞാൽ നീ പൈസ സംസാരിക്കാൻ ആളിരിക്കണ്ടല്ലേ? ആ നീ അമ്മാവനെതിരെ എന്തെങ്കിലും കാണിച്ചു വെച്ചിട്ടുണ്ടോ? അമ്മാവനെ വട്ടത്തിലാക്കാൻ വേണ്ടി എന്തെങ്കിലും? ഇപ്പം തന്നെ ആവശ്യത്തിനായത് ജോലിയുണ്ട്. ഇനി അമ്മാവൻ്റെ കാര്യം നോക്കാനുള്ള സമയമൊന്നും എനിക്കില്ല. നിനക്ക് അവരെ അറിഞ്ഞൂടാ? എൻ്റെ പൊന്നടിയാ, എനിക്ക് ഇവരെ അറിഞ്ഞൂടാ, ഈ വണ്ടി അറിഞ്ഞൂടാ. ഇത് വണ്ടി ഞാൻ ഇവിടെ പണ്ട് എവിടെയോ കച്ചവടത്തിന് കണ്ടിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. അത്രേ ഉള്ളൂ. അല്ല, എവരെ എനിക്ക് അറിഞ്ഞൂടാ. എന്താ കാര്യം? ഒരു കാര്യം എന്തോന്ന് അറിയില്ല. ഇവിടെ അറിഞ്ഞൂടാന്ന് പറഞ്ഞില്ല. ഇനി പിന്നെ നിന്നെ ഞാൻ ഇനി അങ്ങനെയുള്ള പ്രശ്നമാണോ? എന്താ പ്രശ്നം? ഇവര് അമ്മാവനെ തേടി വന്നാ. എന്തിനു? ഇത് എന്താ കേക്കണത്? എടാ, ശരിക്കും സത്യം തന്നെയാണ് അവര് പറഞ്ഞത്. നിനക്ക് എന്ത്? പിന്നെ അവർക്ക് ഭ്രാന്താ അവിടെ നിന്ന് ഇവിടെ വരെ വരാൻ. അല്ല, എന്നാലും അമ്മാവൻ എന്താ ഇങ്ങനെയൊക്കെ തുടങ്ങുന്നത്? ആദ്യം കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് തോന്നിയത്. ഞാൻ ഈ പാവത്തിനെ സംശയിച്ചു. അത് പിന്നെ എല്ലാവർക്കും കൊട്ടാനായിട്ടൊരു ചെണ്ട ഇവിടെ കിടപ്പുണ്ട്. അതുകൊണ്ടല്ലടാ. അതുകൊണ്ടല്ല. ഇത് ഇങ്ങനെ ഒരു സംഭവം നമുക്ക് പ്രതീക്ഷിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമല്ലേ? നമ്മളെല്ലാവരും എത്രയും നാളുകൊണ്ട് അമ്മാവനൊരു കല്യാണം നടത്തി കൊടുക്കാൻ വേണ്ടിയിരിക്കുന്നു. അപ്പൊ അമ്മാവനൊരു കാര്യം നമ്മുടെ അടുത്ത് പറയണമായിരുന്നു. ആരെങ്കിലും എതിർത്തിട്ടുണ്ടോ ഇതുവരെ? അതെങ്ങനെ മാസാമാസം തീർത്ഥയാത്ര? അയ്യോ, ഞാൻ ആലോചിക്കണത് ഏത് ദൈവത്തിൻ്റെ അടുത്താണ് ഈ പോണത്? മാസാമാസം പോണത്. ആളുകൾ വർഷത്തിൽ ഒരിക്കൽ പോവും, അല്ലെങ്കിൽ 6 മാസത്തിൽ ഒരിക്കൽ പോവും. ഇത് എപ്പോൾ ചോദിച്ചാലും ഒരു യാത്ര. ഇപ്പോൾ എനിക്കൊരു സംഗതി ഓർമ്മ വന്നത്. ഒരു 2 മാസം മുമ്പ് നമ്മുടെ പാർട്ടിയുടെ ട്രഷറർ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു. ഈ കമ്മാവനെ ചവറയിൽ വെച്ച് ട്രഷറർ കണ്ട് ട്രഷറർ കൈയെടുത്ത് കാണിച്ചു. പുള്ളിക്ക് നല്ലപോലെ അറിയാം ആളിനെ. കൈയെടുത്ത് കാണിച്ചിട്ട് മൈൻഡ് ചെയ്യാതെ പോയി. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറയുമ്പോൾ ഞാൻ പറയാം, അമ്മാവൻ അങ്ങനെ ഉള്ള ആളല്ല. കണ്ട ട്രഷറർ നിങ്ങളെ സംസാരിച്ചിട്ടേ പോവുള്ളൂ, അങ്ങനെയൊന്നും ആയിരിക്കില്ല, അത് വേറെ ആരെങ്കിലും ആയിരിക്കും. നിങ്ങളിത് അന്ന് പറഞ്ഞില്ലല്ലോ. അന്ന് പറയാൻ ഞാൻ വിശ്വസിച്ചു അമ്മാവന് അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ആളാണെന്ന്. പിന്നെ അല്ലാണ്ട് എന്തായാലും ഈയിടെയായിട്ട് അമ്മാവന് നല്ല മാറ്റമുണ്ട്. ഇന്ന് രാവിലെ കണ്ണാടി നോക്കിയിട്ട് കണ്ട അമ്മാവൻ എടുത്തിട്ട് പോയില്ലേ? ഏട്ടൻ ഞാൻ നോക്കിയപ്പോ എന്താ കണ്ടത്? ഡൈ അടിക്കുന്നു. ഇതെന്തായിരിക്കും ഈ വയസ്സാം കാലത്ത് ഇങ്ങനെയുള്ള പൊട്ട ബുദ്ധികൾ തോന്നണത്? ഇവിടെ എവിടെ പോയിരിക്കണേ?
യമന്തിയേ, യമന്തിയേ. ആ, നീ ഇന്ന് പോയില്ലേ? ഇതെന്താ അവിടെ? എന്താ ലീവ് വന്ന്? ആ, നിങ്ങളെല്ലാവരും അവിടെ? ഇതെന്താ അവിടെ ഒരു ചർച്ച? ഇതെന്താ പോവാൻ? നീയൊന്നും പോയില്ലേ? ഇന്ന് എന്ത് പരിപാടി? അവിടെ എന്നാ ലീവാണെങ്കിൽ ഒന്ന് പറയണ്ടേ നീ? എന്തേ, നാളെ എനിക്ക് കണ്ണൂർ വരെ പോകണം. 2 ദിവസം കഴിഞ്ഞിട്ടേ വരും. പാറശിനിക്കടവിലൊന്ന് പോകണം. കണ്ണൂരാണോ കൊല്ലത്താണോ? പാറശിനിക്കടവ് കണ്ണൂരില്ലടാ. ഈ ചവറയെ കുറിച്ച് എന്താണ് അഭിപ്രായം? ചവറ കൊല്ലത്താ. കൊറ്റങ്ങളെ കുറിച്ച് നല്ല അമ്പലാടാ. ഞാൻ കൊല്ലം പോകാറുണ്ട് അവിടെ. ഈ മറ്റേ ആണുങ്ങൾ പെണ്ണുവേഷം കെട്ടിയിട്ടൊക്കെ ഉള്ള ഉത്സവമാണ് അവിടെ. ഭയങ്കര ഭക്തി, നല്ല ശക്തിയുള്ള ദേവി. എന്താ വേഷം കിട്ടും? ആ, വേഷം കെട്ടിയിട്ടുണ്ട് അവര്. അതൊരു ആചാരമാണെന്ന് തോന്നുന്നു. നല്ലതാ, വേഷം കെട്ട് നല്ലതാ. ഈ കൊല്ലമല്ലേ അവിടെ ഉത്സവം നടക്കാറുള്ളത്? അതെ. ആ, മാസമൊന്നുമില്ലല്ലോ. അല്ല, ഞാൻ അങ്ങനെ ഉത്സവത്തിന് മാത്രമല്ല, എൻ്റെ കൂടെ പഠിച്ച മാധവ ഉണ്ടല്ലോ, അവനെ കൊല്ലത്താണ് ഇപ്പൊ ജോലി. അപ്പൊ അവൻ വിളിക്കുമ്പോ അവിടെ പോവും. അങ്ങനെ അവന്റെ കൂടെ ഉത്സവത്തിന് പോകും. കൂട്ടുകാരനുമായി. മറ്റേത് ആദ്യം തൊഴാനാണ് പോയിക്കൊണ്ടിരുന്നത്, ഇപ്പൊ കൂട്ടുകാരനുമായി. അല്ല, അങ്ങനെയല്ല. എത്ര ദൂരമുള്ള സ്ഥലത്തേക്ക് നമുക്ക് എപ്പോഴും പറ്റില്ലല്ലോ. അവൻ കാരനാണ് ഞാൻ അവിടെ പോയിട്ട് അവന്റെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് അങ്ങനെ പോയി തൊഴും. അല്ല, അവിടെ മാത്രമേ പോകാറുള്ളൂ. അത് പക്ഷേ അതിനടുത്തുള്ള വേറെ വീടുകളിലൊന്നും പോകാറില്ല. വേറെ ഇപ്പൊ അവിടെ അടുത്ത് വേറെ അങ്ങനെ ആരായിട്ട് പരിചയമൊന്നും ഒരു പരിചയമില്ല. എന്തേ? എത്ര നാളായി ഈ ദൈവത്തിന്റെ പേരും പറഞ്ഞിട്ട് ഈ ഒരു ചുറ്റിക്കളി തുടങ്ങിയിട്ട്? ചുറ്റിക്കളിയോ? അതെന്താ നീ ഒരു അർത്ഥം വെച്ച് പറയണേ? പിന്നെ എങ്ങനെ പറയണം? എന്തവൻ പറയണേ? എന്തേ ചുറ്റിക്കളി എന്നൊക്കെ പറഞ്ഞ? എന്താ അവന്റെ ഭ്രാന്തുണ്ട്? ഭ്രാന്താർക്കും നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അളിയാ, വന്നവര് വളരെ മര്യാദക്കാരായോണ്ട് ഒരു കുഴപ്പം ഉണ്ടായില്ല. സഭ്യമായിട്ട് മാധവൻ വന്ന അവിടെ അവൻ മാന്യനാട്ടാ. അല്ലെങ്കിലും അവൻ മാത്രമാണ് കൂടെ പഠിക്കണ. ഇടയ്ക്കിടയ്ക്ക് എന്നെ അവരെല്ലാം മാന്യന്മാരാണ്. നമ്മളിപ്പോ മോശക്കാരായിക്കൊണ്ടിരിക്കുക. അതെ. എന്തേ അമ്മാവ ഒന്നും അറിഞ്ഞുകൂടാത്ത പോലെ ഇങ്ങനെ സംസാരിക്കല്ലേ? കൊല്ലത്ത് കൊറ്റങ്ങൾ വരെ പോകാറുണ്ടോ? അപ്പൊ അതല്ലേ പറഞ്ഞ് ഞാൻ പോവാറുണ്ട്. ഇപ്പൊ എങ്ങനെയുണ്ട്? നിനക്കല്ലേ ഒട്ടും വിശ്വാസമില്ലായിരുന്നേ? ഇതൊക്കെ തന്നെയാണ് ഞാൻ നീ കാര്യം പറ. എന്താ ഇവിടെ ഉണ്ടായി? എന്താ സംഭവം? അളിയാ, നീ ഒരു ഫോൺ എടുത്ത് വിളിച്ച്. അല്ലടാ. അതെ, ഞാൻ പറഞ്ഞത് വെച്ചാല് ഏകദേശം പുള്ളി തന്നെ, ഒരു മാറ്റമില്ല. ഈ മോളെ, ഇതെന്താ ഇവർക്ക് ഭ്രാന്തുണ്ടോ? ഇവരെന്തായി പറയുന്നത്? ഇവിടെ എന്താ ഉണ്ടായേ? അമ്മാവ, എനിക്ക് അമ്മാവനോട് ഈ വക കാര്യങ്ങളൊക്കെ പറയാൻ നാണക്കേടാ. ഇത് അമ്മാവന്റെ ആഗ്രഹത്തിന് ഇവിടെ ആരെങ്കിലും എതിര് നിന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അതിന് ഞാൻ അങ്ങനെ പറഞ്ഞോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പെണ്ണുങ്ങളുടെ ശാപം എന്ന് പറഞ്ഞാൽ അത് നെറുകന്തലയ്ക്ക് തന്നെ നിൽക്കും. ശാപോ? ആ, എന്റെ മോളെ, അതിന് ഞാൻ നിന്നെ വല്ലതും പറഞ്ഞോ? എന്നെ ശപിക്കാൻ മാത്രം ഞാൻ എന്തെങ്കിലും തന്നെ പറഞ്ഞോ? അമ്മാവനെ ചോദിക്കണ പറ. അംഗം, ഈ പെണ്ണെന്താ ഈ കടുന്നല് കുത്തിയ പോലെ ഇരിക്കണേ? ഇത് എന്താ ഉണ്ടായിന്ന്? നീ നിനക്ക് വല്ല ശാപം ഉണ്ടാക്കാൻ എന്തായാലും പറഞ്ഞോ? ഞാൻ നിന്റെ ശാപം മേടിച്ചു കേട്ടെ. അമ്മാവന്റെ ആഗ്രഹത്തിന് ഇവിടെ ആരെതിര് നിന്നിട്ടുള്ളത്? അമ്മ നിന്നിട്ടുണ്ടോ? ഇല്ല. അവൻ നിന്നിട്ടുണ്ടോ? ആരും നിന്നിട്ടില്ല. നിങ്ങൾ അങ്ങനെ അമ്മാമനെ നോക്കണില്ലാന്നോ? അമ്മാമൻ ഇങ്ങനെ ആഗ്രഹങ്ങൾ സാധിച്ചു തന്നിട്ടില്ലെന്നോ? ഞാൻ ഇനി ഇതേപോലെ ചെയ്യാനാണ് പ്ലാൻ എങ്കിൽ കൈയും കാലും കെട്ടി പെരക്കാത്തിടും ഞങ്ങള്. എടി, എന്ത് ചെയ്യാന്ന്? എന്താ തുറന്നു പറയേ? സമ്മതിക്കൂലടി, ഒന്നും സമ്മതിക്കൂല. കാരണം അങ്ങനെ തീരുമാനം എടുത്ത് വെച്ചേക്കായിരിക്കും. സമ്മതിക്കില്ല എന്ന് പറഞ്ഞ എന്താ കാര്യം എന്ന് പറ. അമ്മാവ, ഈ പൊട്ടംകളി ഒന്ന് അവസാനിപ്പിക്കാം. അമ്മാവ ഒന്നും അറിഞ്ഞുകൂടാത്ത പോലെ. പൊട്ടംകളിയോ? കേട്ടാ, നീ എങ്കിലും ഒന്ന് പറ. ആളെ ടെൻഷൻ അടിപ്പിക്കില്ല. എന്താ ഉണ്ടായി? എന്താ സംഭവം? അത് പറ. അമ്മാവ, ഇന്നിപ്പോ കുറച്ചു മുമ്പ് 2 പേര് വന്നിരുന്നു. 2 പേരോ? ആ, ആരാത്? പറയാം, മര്യാദയ്ക്ക് കേക്ക്. 2 പേര് വന്നിരുന്നു. കൊറ്റംകുളങ്ങരയിൽ ഒരു വീട്ടില് ഒരു വയസ്സായ അമ്മയും മകളും മാത്രം താമസിക്കുന്ന ഒരു വീട്ടില് അമ്മാവൻ സ്ഥിരമായി പോകാറുണ്ടെന്നും ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചോളാന്ന് അമ്മാവൻ വാക്ക് കൊടുത്തെന്നും അതിന്റെ പേരിൽ അമ്മാവൻ കുറെ ദിവസമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ടെന്നും ഇപ്പൊ കുറെ നാളായിട്ട് അങ്ങോട്ട് പോകുന്നില്ല, അവളുടെ ഫോൺ എടുക്കുന്നില്ല എന്നുമാണ് പരാതി. മാത്രമല്ല, ആ പെൺകുട്ടി ഇപ്പൊ 2 ദിവസമായിട്ട് റൂം അടച്ചിരിക്കുക, ഒരേ കരച്ചിൽ മാത്രം. അതെ, ഇത് വലിയ ചതിയാണ്. ഭർത്താവ് മരിച്ചു പോയൊരു പെൺകൊച്ച് മര്യാദയ്ക്ക് ജീവിച്ചുകൊണ്ടിരുന്നതിനെ പോയി പ്രലോഭിപ്പിച്ച് വാഗ്ദാനവും കൊടുത്തിട്ട് ഇപ്പൊ ചതിക്കാന്ന് പറഞ്ഞാൽ ഇതൊന്നും നല്ലതല്ല കേട്ടോ അമ്മാവ. ഞങ്ങളാ പൊട്ടംകുളങ്ങര പോയി പെൺകുട്ടിയുടെ വീട്ടിലെ താമസം. ഒരു ഒഴിവ് ദിവസം അമ്മാവനെ ഫൂളാക്കാൻ വേണ്ടിട്ട് മനുഷ്യനാകെ തീ തിന്നു ഓടായിരുന്നു. ഞങ്ങളെ കുറെ ഫൂളാക്കി ഇതിന്റെ പേരും പറഞ്ഞു കേട്ടാ. ഞാനൊന്നും അങ്ങനെ വിഴില്ലടാ മോനെ. ഇതങ്ങനെ ഒന്നും സമ്മതിച്ച് തരൂല മോനെ. ഇപ്പൊ ആ പെണ്ണിനെ അങ്ങ് മടുത്തു. ഇപ്പൊ വേറെ ഏതിനെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഇനി അതാ ഉദ്ദേശം. നാണുണ്ട് അമ്മാവ. ഞങ്ങളെ 2 പെമ്പിള്ളേരെ വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പനും അമ്മ നിലയ്ക്ക് ഇതൊക്കെ കാണുമ്പോഴത്തേനും ഞങ്ങൾക്ക് കുറച്ച് വിഷമമുണ്ട് അമ്മാവ. കാര്യം അമ്മാവനൊക്കെ ആയിരിക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം,
ഞാനൊരു പൊതുപ്രവർത്തനാണ്, എനിക്ക് വെളിയിലിറങ്ങി നടക്കണം. ഇവനൊരു സർക്കാർ ഉദ്യോഗസ്ഥന് മാത്രമല്ല, ഇതൊരു ഹവീൽദാര വീടാണ്, പേരും പെരുമയുള്ള. അതിനെ കളഞ്ഞു വിളിക്കാൻ ഞങ്ങൾ സമ്മതിക്കൊന്നുമില്ല. അല്ല നിങ്ങൾ സീരിയസ് ആയിട്ട് നമുക്കിത് ഭ്രാന്ത് തുടങ്ങി അമ്മാവനെല്ലാം തമാശയാണ്, എല്ലാം തമാശ. പിന്നെ അവൻ പണിക്ക് മേരയ്ക്കും പോകാതെ നിന്ന് പറയുന്നത് കാര്യമായിട്ടല്ല. അമ്മാവ അങ്ങനെ ഒരു ആഗ്രഹം തുറന്നു പറയണമായിരുന്നു. ഞങ്ങൾ ആരെങ്കിലും ഇതുവരെ എന്തെങ്കിലും എതിർത്തിട്ടുണ്ടോ? ഉണ്ടോ? എടാ അങ്ങനെ ആൾക്കാർ ഇവിടെ വന്നു? ആ ഇല്ല, വന്നില്ല. പിന്നെ എന്തിനാ എവിടെ കിടക്കണം അവന്മാർ അന്വേഷിച്ച് ഇവിടെ വരണത്? ആ മനുഷ്യന്റെ കണ്ണ് നിറഞ്ഞിറങ്ങി പോയത്. നീ അങ്ങനെ വല്ലവരും പറയുന്ന വാക്ക് കേട്ടിട്ട് ഓരോന്ന് വിശ്വസിക്കുക? അമ്മാവെന്തെങ്കിലും ഏതെങ്കിലും പെണ്ണുങ്ങളെ ചതിച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ പോയിട്ടുണ്ടോ? പിന്നെ പോണ ആളാണോ ഞാൻ? കൊല്ലത്തുനിന്ന് ഇവിടെ വരെ അവർക്ക് വട്ടാണല്ലേ? ഇങ്ങനെ ഒരു മുഖം മൂടിയുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ. ഞാൻ സംസാരം വേണ്ട അമ്മാവാ, ഇനി സംസാരം വേണ്ട. ഞാൻ പറയണ ഒന്ന് കേക്ക്, അതൊക്കെ പോട്ടെ അമ്മ. എന്നെ കല്യാണം കഴിക്കാം അമ്മാവ. ഒരു മക്കളെ ഞാൻ അങ്ങനെ വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളോട് പറയില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇത് തന്നെയല്ലേ അങ്ങനെയൊന്നും ഉണ്ടെങ്കിലല്ലേ ഞാൻ പറയൂ. പിന്നെ അവരെന്താ ഇങ്ങോട്ട് വന്നേ? അത് ശരി. ഇപ്പൊ നിങ്ങളൊക്കെ പറയുന്നത് കുട്ടംകുളങ്ങരയിലെ ഒരു സ്ത്രീനെ ചതിച്ചിട്ട് ഞാൻ അവിടെ തിരിഞ്ഞു നോക്കാണ്ട് ഇവിടെ വന്ന് നിൽക്കണവനാണ്. അതെ അതെ, ഞങ്ങളെ പറയണതല്ല, അവിടെ ഉള്ളവർ വന്ന് ഇവിടെ വന്ന് പറഞ്ഞതാ. എവിടെന്നോ ആരൊക്കെ വന്ന് എന്തൊക്കെ പറഞ്ഞപ്പോ അതെങ്കിലും വിശ്വസിച്ചു. അമ്മാവൻ പെൺപോന്തൻ പെണ്ണിനെ ചതിക്കണം അല്ലേ? അങ്ങനെ വിശ്വസിച്ചോ? എന്താ വൈകിട്ട് നിൽക്കറിയാം. പിന്നെ ലാസ്റ്റ് അടവ് കരഞ്ഞ് കണ്ട് നിറച്ചങ്ങ് പോയല്ലോ. അതൊക്കെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ വിശ്വസിച്ചേനെ. ഞങ്ങൾ അങ്ങനെയൊന്നും വിശ്വസിക്കൂല. അമ്മ തന്നെ പാഴാക്കിയത്, ഇങ്ങനെ അമ്മയാണ് പാഴാക്കിയത്. പറയാതിരിക്കാൻ നീ ഫോൺ എടുത്ത് വിളിയല്ലേ, അവരെ വിളിക്കും, വരാൻ പറയും. അതുകൂടെ കാണിക്കും. ചെന്ന് നോക്കടാ. പിന്നെ ഭാഗത്ത് പോയി ഇപ്പൊ ചിരിക്കണുണ്ടാവും നമ്മളെ പൂളാക്കി. അല്ല, ഇത് പിടിക്കപ്പെട്ടതിന്റെ ടെൻഷനാ. അത് വിളിച്ചു പറ. എന്തായാലും ഇങ്ങനത്തെ ഒരു വൃത്തിയോട്ട സ്വഭാവമുള്ള ആരെയും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ പുറത്തിറങ്ങി ഇതൊക്കെ എന്തെങ്കിലും വിഷയമായി കഴിഞ്ഞാൽ എൻ്റെ പൊതുപ്രവർത്തന ജീവിത ഭാവിയൊക്കെ തന്നെ ബാധിക്കും. ഇതിപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ കയ്യോടെ തന്നെ ഡേറ്റും കുറിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരും കിടങ്ങ് ഒരുമിപ്പിക്കണം. പിന്നെ ഇത് വെച്ച് നീട്ടല്ലേ? അതിന് അമ്മാവൻ സമ്മതിക്കണ്ടേടാ. അമ്മാവനെ അമ്മാവനല്ലേ ഈ പോയി ഇത്ര നാൾ അവിടെ താമസിച്ചത്. ഇനിയിപ്പോ വേണ്ടെന്ന് പറഞ്ഞാ സമ്മതിപ്പിക്കണം. നമ്മളെ പോലെ പെണ്ണല്ലേ അതും. തോന്നുന്നു മാറ്റിയെടുക്കാൻ തോന്നുന്നു. പിന്നെ അല്ലാതെ ഇതൊക്കെ പറഞ്ഞല്ലോ, ഒരു പെമ്പിള്ളേരെ ആവശ്യമില്ലാതെ പോയി പ്രലോഭിപ്പിച്ച് പത്രത്തിലൊക്കെ വാർത്ത വന്ന് വല്ല അവർ കേസ് കൊടുത്തോണ്ടല്ലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അമ്മ ഒരു കാരണവശാലി നടന്ന സംഭവങ്ങളൊന്നും അറിയരുത് കേട്ടോ. അമ്മ അറിയാൻ സന്തോഷമല്ലേ ഉണ്ടാവും. ഇതേ അമ്മയുടെ മുമ്പിൽ ഞാൻ പറഞ്ഞത് ഈ ഇഷ്യൂ അറിയിക്കണ്ട. ഞാനതാ പറഞ്ഞത്, അമ്മയുടെ മുമ്പിൽ നമുക്ക് ഇതൊരു ആലോചനയായിട്ട് തന്നെ അവതരിപ്പിക്കാം. അല്ല ഇനിയിപ്പോ നമുക്ക് നമ്മൾ സമ്മതമാണെന്ന് പറയാം. അത്രേ ഉള്ളൂ, ഞാൻ സംസാരിക്കാം, നിങ്ങൾ വെള്ളം വയ്ക്കല്ലേ. ഇതാണ് പറഞ്ഞ പെൺകുട്ടിയുടെ അമ്മാവൻ. മറ്റേത് അയലോക്കാരനാണ്. സുഹൃത്തെ, നിങ്ങൾ ഇവിടെ വന്ന് പോയതിൻ്റെ പിന്നാലെ തന്നെ അമ്മാവൻ വന്നു. അപ്പോൾ അമ്മാവനായിട്ട് ഞങ്ങൾ കാര്യങ്ങളെല്ലാം സംസാരിച്ചു, എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതെ, ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞങ്ങൾ ഉദ്ദേശിച്ച ആൾ ഇതല്ല. ഞങ്ങൾ ഉദ്ദേശിച്ച ആളും പുള്ളിയെ അടുത്ത ലൈനിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു. വേറെ അതെ, അഴകേഷ് എന്നുള്ള ആക്ച്വലി ഇവിടെ ഈ വീട്ടിലെ ആളല്ല, അപ്പുറത്തെ ലൈനിൽ താമസിക്കുന്ന ആളാണ്. കുറച്ച് കഷ്ടമാണ് സുഹൃത്തെ. ഇതിങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് വരുമ്പോൾ നിങ്ങൾ അത് കൃത്യമായിട്ട് അന്വേഷിച്ചിട്ടല്ലേ വരാൻ. അറിയാം, ക്ഷമിക്കുക. ഞങ്ങളെ സമൂഹത്തിൽ ഒരു വിലനിലയിട്ട് കഴിയുന്ന ആളുകളാണ്. വെറുതെ അമ്മാവനെ കുറെ കുറ്റപ്പെടുത്തി. അത് നമ്മുടെ ഒരു കാര്യത്തെക്കുറിച്ച് ഇറങ്ങുമ്പോഴേ, പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങളാകുമ്പോൾ ഇത് വളരെ മോശമല്ലേ. നമ്മള് തെറ്റുപറ്റിപ്പോയി. അല്ല, നിങ്ങൾക്കത് പറയാം. ഞങ്ങൾ ഇനി അമ്മാവനോട് എന്താ പറയേണ്ടത്? അമ്മാവൻ വന്നപ്പോൾ ഞങ്ങൾ നാലുപേരുടെ ഇനി എന്തൊക്കെ പറഞ്ഞു അറിയാം. പുള്ളിയെ കണ്ടു കഴിഞ്ഞാൽ പോയി നിങ്ങൾ പോയാൽ നോക്കി പോയി. ഇനിയിപ്പോൾ നിങ്ങളായിട്ടൊന്നും പറയാനോ നിൽക്കണ്ട. കാര്യം നിങ്ങൾ വിട്ടോളി, നിങ്ങൾക്ക് ആളെ കിട്ടിയല്ലോ എന്ന് പറഞ്ഞാൽ ബാക്കി വെറുതെ കിടക്കുന്ന ആൾക്കാരെയും കൂടെ മോശക്കാരനാക്കാനായിട്ട് കുറേ പേര് ഇറങ്ങിയിട്ടുണ്ട്. പെൺകുട്ടി ആദ്യം മര്യാദയ്ക്കൊക്കെ വളരാൻ പഠിപ്പിക്കും, അല്ലാതെ എന്തോന്ന് പോട്ടെ. എന്തേ സമാധാനമായില്ലേ ഇപ്പൊ എല്ലാവർക്കും? എന്ത് പറ്റി? ആ പാവത്തിന് എന്തോരം കുറ്റപ്പെടുത്തി. ഞങ്ങളുടെ കുടുംബത്തിലൊന്നും ഇങ്ങനെയൊന്നും ഇല്ല. ആദ്യം കാര്യം എന്താന്ന് അന്വേഷിക്കണം, എന്നിട്ടേ ഒരാളെ കുറ്റപ്പെടുത്തുള്ളൂ. ഏട്ടനാണെങ്കിൽ വെറുതെ അമ്മാവന്റെ നേരെ ചാടി കയറുമായിരുന്നു. ചെയ്യാത്ത കുറ്റത്തിന് ആ പാവം ഇപ്പം ഈ ചീത്ത മുഴുവൻ കേട്ടത്. എന്താ ഉണ്ടാവാൻ പോണെന്നുള്ളത് അറിയാം. അമ്മ തുറക്കണ്ടേ വാതില്? എന്ത് ചെയ്യണേ അമ്മാവാ? എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് പറഞ്ഞു തീർക്കാം. അമ്മാവ കേൾക്കുന്നില്ല.
അളിയ ചവിട്ട് വിളിക്കലേ, ചവിട്ട് വിളിക്കും. വാ, എവിടെ? ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത നിങ്ങൾ പറഞ്ഞ പെണ്ണിനെ കാണാൻ. ദൈവനിശ്ചയം അങ്ങനെ ആയിരിക്കാം. ഞാൻ ആ പെണ്ണിനെ കെട്ടാൻ തീരുമാനിച്ചു. എല്ലാവരും പോയിട്ട് വേറെ ഡ്രസ്സ് മാറി നമുക്കിപ്പോൾ തന്നെ പോയിട്ട് കല്യാണം ഉറപ്പിക്കാം. എന്താ ചെല്ലേ? Alien versus Alien.